ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോയാൽ മാടായി കോളേജ് നിയമന വിവാദത്തിനു പിന്നാലെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ്. MK രാഘവൻ MPയും കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വവും നേർക്കുനേർ എത്തിയിരിക്കുന്നു. കോളേജിലെ നിയമനങ്ങളിൽ വീഴ്ചയെന്നും പ്രവർത്തകരുടെ വികാരത്തെ കോളേജ് ചെയർമാൻ കൂടിയായ MK രാഘവൻ മാനിച്ചില്ലെന്നുമാണ് DCCയുടെ നിലപാട്. പാർട്ടിയുടെ അതൃപ്തി KPCC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ KPCC നേതൃത്വം ഇടപെടൽ നടത്തുമ്പോഴും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. വിശദമായി നോക്കാം. മാടായിയിൽ തമ്മിൽ തല്ലുന്നതോ കോൺഗ്രസ്? മാടായി കോളേജിലെ നിയമനം സുതാര്യമല്ലെന്ന് ഉദ്യോഗാർത്ഥിയും കോൺഗ്രസ് പ്രവർത്തകനുമായ നിധീഷ് പറയുന്നു. MK ധനേഷ്, ഭരത് പൊതുവാൾ എന്നിവരോട് കോഴ വാങ്ങി ജോലി വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഡയറക്ടർ ബോർഡ് എന്നാണ് ഇവരുടെ ആക്ഷേപം. ഇന്റർവ്യൂ ബോർഡിലെ സർക്കാർ പ്രതിനിധിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും പരാതിയിൽ പരാമർശിച്ച ആളുകൾക്ക് തന്നെയാണ് ജോലി നൽകിയതെന്നും നിധീഷ് TV റിപ്പോർട്ടറിനോട് പറഞ്ഞു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി ഭരത് പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ട സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ഈ പരാതിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ മാടായി കോളേജിൽ ജോലി കിട്ടിയിട്ടുള്ളത്. അവരിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ അധികം കോഴ വാങ്ങിയിട്ടും ആണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്. മാടായിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മാടായിയിൽ സംഭവിച്ചത്, മാടായി കോളേജ് എന്നറിയപ്പെടുന്ന കോളേജ് MK രാഘവൻ തന്നെ മുൻകൈയെടുത്ത് അന്ന് ലീഡറായിരുന്ന K കരുണാകരൻ അനുവദിച്ച ഒരു അഫിലിയേറ്റഡ് എയ്ഡഡ് കോളേജാണ്. സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ എയ്ഡഡ് അഫിലിയേറ്റഡ് കോളേജാണ്. കോൺഗ്രസിൻ്റേതാണ് നേതൃത്വം. മാടായി കോളേജിലേക്ക് 4 അനധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്താൻ തീരുമാനിക്കുന്നു. ഒരു അറ്റൻഡർ സഹിതം കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് അടക്കം ഓഫീസ് അസിസ്റ്റൻ്റ് അടക്കം 4 തസ്തികകളിലേക്ക്, അനധ്യാപിക തസ്തികകളിലേക്കാണ് നിയമനം. കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള കോളേജാണ്. അടുത്തിടെ UGCയുടെ NAC അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് MK രാഘവൻ തന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് എത്തുന്നു. പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ്. ചെയർമാൻ MK രാഘവനുമാണ്. ഓഫീസ് അസിസ്റ്റന്റിൽ 2 ഒഴിവ്, 59 അപേക്ഷകൾ വന്നു എന്ന് MK രാഘവൻ MP പറയുന്നു. അഭിമുഖത്തിൽ പങ്കെടുത്തത് 40 പേർ. അവരിൽ ഭൂരിപക്ഷം ആളുകളും അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ്. ഓഫീസ് അസിസ്റ്റന്റ് ഭിന്നശേഷിക്കാണ് സംവരണം. 8 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. അതിൽ അഭിമുഖത്തിലുണ്ടായിരുന്നത് 7 പേരായിരുന്നു. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റ് 16 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. അഭിമുഖത്തിൽ 9 പേർ പങ്കെടുത്തു എന്നാണ് ഇന്ന് MP പറഞ്ഞത്. ജോലിയിൽ പ്രവേശിച്ചവർ A ധനേഷ്, MK ധനേഷ്, DP ഭരത്, C ദിവ്യ എന്നീ 4 പേരാണ്. 2 ഓഫീസ് അസിസ്റ്റന്റ്, ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഒരു ഓഫീസ് അസിസ്റ്റന്റ്. MK ധനേഷ് MK രാഘവൻ MPയുടെ ബന്ധുവാണ്. MK ധനേഷിന് ജോലി കിട്ടിയത് MK രാഘവന്റെ ശുപാർശയിന്മേലാണെന്നും ഇക്കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളതുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. മാത്രവുമല്ല, ഈ MK ധനേഷും A ധനേഷും DYFI പ്രവർത്തകരാണ് എന്നാണ് പ്രധാനമായിട്ടും ഇപ്പോൾ MK രാഘവനെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം. അപ്പോൾ മാടായി കോളേജിൽ MK രാഘവൻ ചെയർമാനായ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പൂർണ്ണമായും കോൺഗ്രസ് അംഗങ്ങൾ തന്നെയായ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള ഒരു എയ്ഡഡ് കോളേജിലെ 4 അനധ്യാപക തസ്തികകളിൽ MK രാഘവൻ്റെ ബന്ധുവിനെ അടക്കം 2 പേരെ പ്രധാനമായും നിയമിച്ചത്. 3 പേരെന്നാണ് നമ്മൾ കേൾക്കുന്ന വിവരം. CPM DYFI പശ്ചാത്തലമുള്ളവരെയാണ്. കല്യാശ്ശേരിയിലടക്കം വലിയ രീതിയിൽ രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ട് DYFIക്കെതിരെ അന്ന് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച ഇടമാണ് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. അതേ പ്രദേശത്തുള്ള ഒരു കോളേജിൽ DYFI CPM പശ്ചാത്തലമുള്ളവർക്ക് എങ്ങനെയാണ് തൊഴിൽ കിട്ടിയത്? അതും കോൺഗ്രസ് പശ്ചാത്തലമുള്ളവർ നിൽക്കുമ്പോൾ, കൂടുതൽ മെറിറ്റുള്ളവർ നിൽക്കുമ്പോൾ കോഴ വാങ്ങി നിയമനം നടത്തി എന്നാണ് MK രാഘവനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. എന്നാൽ എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് MK രാഘവൻ MP. വൈകാരികമായാണ് ഇന്ന് അദ്ദേഹം ദില്ലിയിൽ പ്രതികരിച്ചത്. MK രാഘവന് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ 4 തസ്തിക ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. അത് ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഗവൺമെൻറ് നോമിനിയായി വന്ന് ഇൻ്റർവ്യൂ നടത്തുന്നത്.
ആ ഇൻ്റർവ്യൂ നടത്തുന്നതിൽ ഗവൺമെൻറ് നിശ്ചയിക്കപ്പെട്ട PSC നിശ്ചയിക്കപ്പെട്ട നോംസാണെല്ലാം. ഗവൺമെൻറ് നോംസ് അനുസരിച്ചും സുപ്രീം കോടതി ഡയറക്ഷൻ അനുസരിച്ചും അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ലംഘിക്കാൻ ആർക്കും കഴിയില്ല. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ കോടതി പോയാൽ സ്വാഭാവികമായും അയാൾക്ക് കിട്ടുകയും ചെയ്യും. ആ നിയമനമാണ് ഇപ്പോൾ വിവാദമായി. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് രാഷ്ട്രീയം നോക്കാൻ കഴിയില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം, പക്ഷെ അവിടെ വരുന്ന ഈ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വരുന്ന ഒരാളെ മുമ്പിൽ രാഷ്ട്രീയം നോക്കി എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. കോലം കത്തിക്കുന്നു, അത് പ്രതീകാത്മകമായിട്ടാണല്ലോ കോലം കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കത്തിച്ചതിന് തുല്യമാണല്ലോ. അതും കത്തിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, അതും അറിയിക്കണം, മറ്റു പാർട്ടിക്കാരല്ല. എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ഈ നിമിഷം വരെ ഒരാളെ കയ്യിൽ നിന്ന് രൂപ വാങ്ങാത്ത ആളാണ് ഞാൻ. രാഷ്ട്രീയ രംഗത്തിറങ്ങുമ്പോൾ ആദ്യം തീരുമാനിച്ച കാര്യം അതാണ്. അതുകൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് കരുതിക്കൊണ്ട് എന്നെ ജനമധ്യത്തിൽ കരിവാരി തേച്ച് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും അതിജീവിക്കാനുള്ള കെൽപ്പിനിക്കുണ്ട്. എന്നെ ഇല്ലാതാക്കാൻ എന്ത് ശ്രമം നടത്തിയാലും പാർട്ടിക്കകത്തെ ചിലർ നടത്തുന്ന ഈ ഏർപ്പാട് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചറിയണം, നല്ലവരായ ജനങ്ങളും തിരിച്ചറിയണം. ഈ പാർട്ടിക്കകത്തെ ചിലർ ആര് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അതും കണ്ണൂരിലെ തട്ടകത്തിൽ MK രാഘവനെതിരെ പടപ്പുറപ്പാട് നടത്തുമ്പോൾ അതിനു പിന്നിൽ തീർച്ചയായിട്ടും ഉന്നത കരങ്ങളുണ്ട് എന്ന് MK രാഘവൻ കരുതുന്നു.